ഹലോ വെൽക്കം ടു റോസസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ വലിയ വിഭവങ്ങളൊന്നും ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വലിയ വലിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മസാല നമുക്ക് കൂടിയേ തീരൂ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നതായിരിക്കാം ഇത് ഗരം മസാലയുടെ റെസിപ്പി. അപ്പോൾ ഇതെൻ്റെ അമ്മമ്മയുടെ റെസിപ്പിയാണ്. പുള്ളിക്കാരത്തി ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഞാനും ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ കടായി ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ബെസ്റ്റ്. അല്ലെങ്കിൽ അടികട്ടിയുള്ള നല്ല അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടി ആയാലും മതി. ഞാൻ ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത്. പെരിഞ്ജീരകമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. ഗരം മസാലയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഓഫാക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മാറും. കുറച്ചുകൂടെ നല്ലൊരു ഗ്രീൻ കളർ ആവും. പിന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും വരും. ആ സമയത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. അത് കണ്ടില്ലേ, ആ ഒരു കളർ ചേഞ്ച് കണ്ടോ നിങ്ങൾ? ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ റോസ്റ്റ് ചെയ്യാത്തത് പലതിനും റോസ്റ്റിംഗ് ടൈം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പെരിഞ്ജീരകം ഫസ്റ്റ് അങ്ങനെ ചെയ്തത്. ഇതിലേക്ക് ഒരു 3-4 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് വന്നിട്ട് ഞാൻ 3.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്തെടുക്കേണ്ടത് ഗ്രാമ്പുവാണ്. 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പുവാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഒരുപാട് കുത്താവും അല്ലെങ്കിൽ. ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഏലക്കയാണ്. ഏലക്ക വന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അളവുകൾ ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങളത് നോക്കുക. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഇതിലേക്ക് ആ പട്ട കുറച്ച് കട്ടിയുള്ള പട്ട ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ഫ്ലേവർ വരും. അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത്ര സമയം നമുക്ക് ചെയ്യണമെന്നുള്ളതല്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ല, കൈവിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ അടിഭാഗത്ത് മാത്രം നിൽക്കുന്ന സാധനങ്ങൾ മാത്രം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പുറമേ ഉള്ളത് റോസ്റ്റ് ആവത്തുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഒരുമാതിരി പകുതി റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ബേ ലീഫ് വഴനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴനയില ആദ്യം ഇടാതിരുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഏകദേശം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒത്തിരി തണുക്കാൻ നിൽക്കേണ്ട, ചെറു ചൂടോടുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. അതേപോലെ നല്ല ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ കൊണ്ട് തുടച്ച് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. 1-2 തവണ നിർത്തി പൊടിച്ചെടുക്കണം കേട്ടോ. എങ്കിലേ നല്ല ഫൈനായിട്ട് പൊടിയുള്ളൂ. ഇപ്പം ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗരം മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ ഒക്കെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരുപാട് നാൾ സൂക്ഷിക്കാൻ ഞാനൊരു 6 മാസമൊക്കെ വരെയൊക്കെ സൂക്ഷിക്കാറുണ്ട്. ഇത് ഞാൻ വളരെ ചെറിയൊരു എമൗണ്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ താങ്ക്